പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് ഒരു ശക്തമായ ദൈവവചനമാണ്. ഭയത്തോടെ ജീവിക്കുന്നവർക്ക് ധൈര്യം നൽകുന്ന ദൈവവചനമാണ്. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. സങ്കീർത്തനങ്ങൾ 56 അധ്യായം അതിൻ്റെ 11 വാക്യം. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയും. ഈ വചനത്തിൽ ദാവീദ് പറയുന്നത് വളരെ ലളിതമായ ഒരു വചനം തന്നെയാണ്. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, അതുകൊണ്ട് എനിക്ക് ഭയമില്ല. ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ആളുകളെ ഭയപ്പെടുന്നു, അവരുടെ വാക്കുകളെ ഭയപ്പെടുന്നു, അവരുടെ വിമർശനങ്ങളെ നമ്മൾ ഭയപ്പെടുന്നു, അവരുടെ പ്രവൃത്തികളെ നമ്മൾ ഭയപ്പെടുന്നു. ചിലപ്പോൾ നമുക്കെതിരെ അവർ തിരിയുന്ന ആ പ്രവൃത്തിയിലും നമ്മൾ ഭയപ്പെടുന്നു. പക്ഷേ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ആർക്കും നമ്മെ തകർക്കാനായിട്ട് സാധിക്കുകയില്ല, കഴിയുകയില്ല. ജീവിതത്തിൽ ഇന്ന് പലർക്കും ഭയമുണ്ട്. നമ്മുടെ ഭാവിയെക്കുറിച്ച്, ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടി നമ്മൾ ഇനി എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ഭയം നമ്മുടെ ഉള്ളിലുണ്ട്. രോഗത്തെക്കുറിച്ച്, നമുക്ക് ഒരു ചെറിയ പനി വന്നാൽ പോലും അതിനെ നമ്മൾ ചിന്തിച്ച് നമ്മൾ അസ്വസ്ഥരാകുന്നൊരവസ്ഥ. സാമ്പത്തികമാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച്, സാമ്പത്തികമാകുന്ന പ്രശ്നങ്ങൾ ഇന്ന് എല്ലായിടത്തും കാണുന്നൊരു വിഷയം തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെയുള്ള ഭയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പക്ഷേ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, ദൈവം കൂടെ ഉണ്ടെങ്കിൽ ഭയം വേണ്ട, നീ ഒറ്റയ്ക്കല്ല. നിന്റെ ജീവിതം ദൈവത്തിൻ്റെ കയ്യിൽ സുരക്ഷിതമാണ്. ഈ വചനം പറഞ്ഞ ദാവീദ് തന്നെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുള്ളവനാണ്. അവൻ ശത്രുക്കളിൽ നിന്ന് ഓടിയിരുന്നു. ഭയം ഉണ്ടായിരുന്നെങ്കിലും അവൻ എന്ത് ചെയ്തു? ദൈവത്തിൽ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യൻ എന്നോട് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന്. നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, ദൈവത്തിൽ മുമ്പേ വിശ്വസിക്കുക, നമ്മൾ പ്രാർത്ഥിക്കുക, ദിനംപ്രതിയായി പ്രാർത്ഥിക്കുക, ഭയത്തെ വിട്ടുകളയുക. നീ വിശ്വസിച്ചാൽ ദൈവം നിന്നെ ശക്തിപ്പെടുത്തും. ഇന്ന് ഈ വചനം നിന്റെ ജീവിതത്തിൽ നീ ഏറ്റെടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു, ഞാൻ ഭയപ്പെടുകയില്ല. എന്ത് പ്രശ്നമുണ്ടായാലും ദൈവം നിന്നെ കൈവിടുകയില്ല. അവൻ നിന്റെ കൂടെ നിൽക്കും. അവൻ്റെ കരത്തിൽ നിന്നെ അവൻ വഹിച്ചോളും. ഈ വചനം കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവേ, ഞങ്ങളുടെ ഭയങ്ങളെ നീ ഇവിടുന്ന് നീക്കിത്തരണം. കർത്താവേ, ഞങ്ങൾക്കുള്ള വിശ്വാസം അതിനെ നീ വർദ്ധിപ്പിക്കണമേ നാഥ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി ആമേൻ. സ്തോത്രം. ഈ വചനം കേട്ട എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം.